ഞങ്ങള് ഇന്ന് വൈകിട്ട് കഞ്ഞി എടുക്കണം. അപ്പൊ കഞ്ഞിക്ക് കറികൾ കുറവായത് കാരണം പപ്പടം മേടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ പപ്പടം തവയിൽ ചുട്ട് നമ്മള് പൊടിച്ച് സ്വല്പം തേങ്ങയിട്ട് എടുക്കാന്ന് കരുതി. കഞ്ഞിയുടെ കോമ്പിനേഷനാണത്. നല്ല മഴയായിരുന്നു പോരെങ്കിൽ ഇപ്പൊ ഒന്ന് തോർന്നേ ഉള്ളൂ. അപ്പൊ നല്ല തണുത്ത മഴയുള്ള സമയത്ത് നല്ല ചൂട് ചൂട് കഞ്ഞിയും ചൂട് ചൂട് പപ്പടം ചുട്ട് തേങ്ങയും. ഓ, ബെസ്റ്റ് കോമ്പിനേഷനാണ്. കഴിഞ്ഞ തവണ നമ്മൾ ചുട്ടരച്ച് ചമ്മന്തി ഇട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഡിന്നറാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു. വളരെ സിമ്പിൾ ആൻഡ് വെരി ട്രഡീഷണൽ, നമ്മുടെ സ്വന്തം ട്രഡീഷണൽ ഡിന്നർ. പിന്നെ ഇനിയിപ്പോ പപ്പടത്തിന്റെ ഒപ്പം പിക്കിളും മാമ്പഴക്കറിയേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. മതിയല്ലോ, ഇത് തന്നെ ധാരാളം. കഞ്ഞി ആകുമ്പോ പിന്നെ ലളിതമായിട്ടുള്ള കറിയായിരിക്കുമല്ലോ. അതെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിന്നറാണ് ഇന്ന്. കണ്ടോ, കൊമളിച്ച് നല്ല രസം കാണാം, നല്ല ഭംഗി കാണാൻ കേട്ടോ. ക്യാമറയിൽ കൂടെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെ വന്ന കണ്ടോ അല്ലേ? എല്ലാവരും ഒക്കെ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് 9 മണി ആവണം. ഞങ്ങൾ 9 മണിയാണ് സാധാരണ ടൈം. പിന്നെ എന്തെങ്കിലുമൊക്കെ ചില കാരണങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി വൈകിപ്പോവും. സാധാരണ 9 ആണ് ടൈം. ഇങ്ങനെ കൊമളകളൊക്കെ വന്നൊരു ലൈറ്റ് ബ്രൗണിഷ്, ഡാർക്ക് ബ്രൗണിഷ് ആയി കഴിയുമ്പോഴത്തേനും എല്ലായിടത്തും ഒന്നും ഡാർക്ക് ബ്രൗണിഷ് ആവില്ല കേട്ടോ. അതിനു മുമ്പ് നമ്മൾ എടുക്കും, അല്ലെ കരിഞ്ഞു. ഇച്ചിരി കരിച്ചോ പോലെ വരും കളർ. ശരിക്കും ഇത് കനലിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. അതിന് ഭയങ്കര ടേസ്റ്റ് ആണ്. നല്ല പറയാതിരിക്കാൻ പറ്റില്ല. പപ്പടം ഇങ്ങനെ ചുട്ടെടുക്കണം, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതിന് നമുക്ക് നിവൃത്തിയില്ലാത്ത കാരണം ഇതുപോലെ ഒരു തുളതുളയുള്ള പാത്രത്തിൽ വെച്ച് നമ്മൾ അതേ ഇഫക്റ്റ് റീക്രിയേറ്റ് ചെയ്തെടുക്കും. അതാണ് സംഭവം. എല്ലാവർക്കും ഒക്കെ മഴയുണ്ടോ ഇന്ന് അവിടെ? ഇന്ന് ഞങ്ങൾക്ക് തോരാ മഴയായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ബുധനാഴ്ചയാണ് കേട്ടോ, അതായത് മെയ് 26-ാം തീയതിയാണ് ഇന്ന്. കണ്ടോ, നമ്മുടെ പപ്പടം എല്ലാം ഇവിടെ റെഡിയായി. എല്ലാം ചുട്ട് നല്ല സൂപ്പറായിട്ട് സുന്ദരനായിട്ട് ഇരിക്കണ കണ്ടോ. സുന്ദരി. അതെ, ഇതൊക്കെ പൊടിച്ച് തേങ്ങ ഇടാം കേട്ടോ. നമുക്കിത് എടുത്ത് ചുമ്മാ ഒരു ചെറിയ പ്ലേറ്റിലേക്ക് എടുത്തത്. അത് നന്നായിട്ട് വെന്തോണ്ട് അങ്ങനെ സൗണ്ട് കേൾക്കണം, അതറിയാലോ. ഈ ഒരു പരുവത്തിന് നമ്മൾ എടുക്കണം. ഈ പരുവം വേണം കേട്ടോ. ഇങ്ങനെ അല്ലെങ്കിൽ വേവില്ല. കരിഞ്ഞും പോരുത്, എന്നാൽ ചെറിയൊരു കരുവച്ചവ് പോലെ വേണോണ്ടാണ്. എങ്ങനെ അതാണ് കറക്റ്റ് പഠിക്കുമ്പോഴും നല്ല വരുവാണ്. ഇതിലാട്ടോ പൊടിച്ചിരുന്നത് കണ്ടോ. തീരെ പൊടിയാക്കൂല, കുറച്ച് കഷ്ണം പോലെയൊക്കെ കിടക്കണം. പിന്നെ നന്നായിട്ട് ഇതുപോലെ ഡ്രൈ ആവണം കേട്ടോ, അല്ല ചുട്ടിങ്ങനെ ക്രിസ്പി ആവണം അല്ലേ, അല്ലെങ്കിൽ കൊള്ളൂല. ഈ തേങ്ങ ഇരണ്ടി വെച്ചേക്കണം. തേങ്ങ അധികം ആവരുത്, കുറച്ച് തേങ്ങ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യണം. അത് കൈകൊണ്ട് ഇങ്ങനെ അങ്ങ് യോജിപ്പിച്ചാൽ അടിപൊളി. പണ്ടത്തെ കാലത്തുള്ള കറികളായിതൊക്കെ. അപ്പൊ ഇതൊക്കെ പൊടിതട്ടി എടുക്കുക ലോക്ക്ഡൗൺ ടൈമിൽ കഞ്ഞിക്കൊപ്പം കോമ്പിനേഷനായിട്ട്. ഓരോ ദിവസവും വ്യത്യസ്തതയാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് കഴിക്കാൻ. ലൈറ്റ് ആയിട്ടുള്ള കറി ആണെങ്കിലും അല്ലേ, ഒരു ചേഞ്ച്. കഴിഞ്ഞു, ഈ കഞ്ഞി എടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ പപ്പടം തേങ്ങ ഇട്ടത്. പപ്പടം ചുട്ട് തേങ്ങ ഇട്ടത്. അതെ, സോ നൈസ്. ഇതുപോലെ നല്ല ചൂട് ചൂട് കഞ്ഞി. കഞ്ഞിവെള്ളം മാറ്റിയെടുക്കണം തുളയും കയ്യിലിട്ട്. ഇതിങ്ങനെ മാറ്റണ്ടേ. നല്ല ആവി പറക്കണ ചൂടുള്ള കഞ്ഞിയാട്ടോ. കൂടുതലപ്പം കഴിക്കില്ല. ഇതിലും നല്ല ഒരു ഡിന്നർ വേറെ എന്താ വേണ്ടേ ഈ സമയങ്ങളിൽ? ഇതൊക്കെ ധാരാളം അല്ലേ. അടിപൊളി ആവി പറക്കണ കഞ്ഞി. പിക്കിൾ വാങ്ങിയ പിക്കിളാട്ടോ. ഇതെല്ലാവരും ചോദിച്ചു ഏത് പിക്കിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പിക്കിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കിച്ചൺസ് പ്രോമിസ് ആണ് കേട്ടോ. നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരു ബ്രാൻഡാണ് ഇത്. കിച്ചൺസ് പ്രോമിസിന്റെ മിക്സഡ് പിക്കിളാണ് കഴിക്കുന്നത്. പക്ഷെ ടേസ്റ്റിയാണ് കേട്ടോ. വേപ്പിലക്കട്ടി. നീ ഉണ്ടാക്കിയ വേപ്പിലക്കട്ടി നല്ല. അപ്പ കഴിക്കുമോ വേപ്പിലക്കട്ടി? അപ്പയ്ക്ക് പൊതുവെ അത്ര താല്പര്യം കുറവാന്ന് പറയാറുണ്ട്. കഞ്ഞിക്ക് എടുക്കും. ഇനി വരുന്നു നമ്മുടെ മാമ്പഴക്കറി, മാമ്പഴ പുളിശ്ശേരി. ഇത് എല്ലാ ദിവസവും നമുക്ക് ഇപ്പൊ ഉണ്ട് കേട്ടോ. ലോക്ക്ഡൌൺ പ്രമാണിച്ച് എല്ലാ ദിവസവും നമ്മുടെ കറിയാണ്. ഉണ്ടാക്കി വെച്ചത് മാമ്പഴ പുളിശ്ശേരി. അടിപൊളി.
അപ്പൊ അപ്പയ്ക്ക് സെപ്പറേറ്റ് പാത്രത്തിലാണ് പപ്പടം ചുട്ട് തേങ്ങ ഇടണം കേട്ടോ, കാരണം തണുത്തു പോകുന്നു പറഞ്ഞിട്ട്. ഇതുകൊണ്ടാ നമുക്ക് കൊടുക്കാം. എടുക്കട്ടെ? എടുക്കാം. തിരിച്ചു കാണിച്ച് പിടിക്കാം. അങ്ങനെയല്ല, പിടിക്കാം. പപ്പടം അപ്പം എങ്ങനെയാ പിടിക്കണേ? ഇവിടെ വെക്കി തിരിച്ച്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. അടിപൊളി.